ഒരിക്കലും അല്ല. LDFന്റെ പ്രചരണം അവർ പരാതി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു വസ്തുതയില്ല. LDFന് ഒരു ഉത്തരവാദിത്വമില്ല. LDF അങ്ങനെ ഒരു പ്രചാരവേല നടത്തുകയില്ല. അത് അവിടുത്തെ LDF കമ്മിറ്റി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആരാണ് മതത്തെ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പിന്? കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ പറയുന്നത്. ഇത് ആഴ്ച പ്രസ്ഥാനം. ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പ്രസംഗമുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ സ്വർഗത്തിലേക്ക്, മെമ്പർഷിപ്പ് എടുത്തൊന്ന് തിരിഞ്ഞു നടന്നാൽ നിങ്ങൾ സ്വർഗത്തിലേക്കാണ്. പിന്നെയും നിങ്ങൾ ഞങ്ങളെയാണ് ആക്ഷേപിക്കുന്നത്. ഇങ്ങനെ പരസ്യമായി പ്രസംഗിച്ച് ഇങ്ങനെ മുസ്ലിം ലീഗ് ആയാൽ സ്വർഗത്തിലാണെന്നും മതമാണ് പ്രശ്നത, ഇതൊക്കെ തെളിവല്ലേ ഇത്? അല്ല, പുറത്തു വന്നത് പുറത്തു വരാത്തത് എത്രത്തോളം ഉണ്ടാവും? പേരാമ്പ്ര സ്ഥാനാർത്ഥി അതെ, അതിന് കൈയടിക്കുക, അത് കട്ടയിൽ BGM ഇട്ട് പ്രചരിപ്പിക്കുക. ഈ നൂർബിന റഷീദ് പേരാമ്പ്ര സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണെന്നും എനിക്ക് പലതും പറയാനുണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല? ഭയപ്പെട്ടിരിക്കുന്നു ലീഗ് നേതൃത്വം. അവരുടെ പലതരത്തിലുള്ള ഇത്തരം പ്രവണതകൾ, പിന്നെ ഇടപാടുകൾ, ഡീലുകൾ പുറത്തു വരും. അവരത്രയും ഉത്തരവാദപ്പെട്ട നേതാവ്, അവർക്കറിയാം. അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുക. ഓക്കെ, കേൾക്കുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ ഇല്ല കേട്ടോ. എന്താ പറഞ്ഞു? അങ്ങനെയൊന്നും ഒരു സംഭവം ഞങ്ങളെ ശ്രദ്ധയില്ല. അതറിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന ഒരു വികലമായ വാദം ഉന്നയിച്ച് കോഴിക്കോട് ജില്ലയിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ് നേതാക്കന്മാർ സീറ്റ് നിഷേധിച്ചതാണ്. മുല്ലപ്പള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുറ്റ്യാടിയിലെ പിന്നെ നമ്മുടെ സതീശൻ നേതൃത്വം നൽകിയ ജാഥാവേദിയിൽ പോയിട്ട് തള്ളിൽ വീണ് നിലത്തുരുണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനമില്ലേ? സുധാകരൻ അത് പരസ്യമായി പറഞ്ഞു തനിക്ക് മത്സരിക്കണമെന്ന്. പരസ്യമായി പറയാത്ത ഒരു മാന്യത മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാണിച്ചു. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ അദ്ദേഹത്തെ അങ്ങേയറ്റം അവഗണിച്ചു. നിലപാട് മാറ്റിയ KM ഷാജിക്ക് സീറ്റ്, നിലപാട് മാറ്റാത്ത സീറ്റും ഇല്ല. ഇതന്നെ പറഞ്ഞു.